ഹലോ ഗേസ്, ഇന്ന് അമ്മമാരുടെ ദിവസമല്ലേ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുവാണേ. എൻ്റെ അമ്മേൻ്റെ പേരാണ് ഐവ. സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ ആദ്യത്തെ പുസ്തകത്തിൽ ഞങ്ങൾ 5 മക്കളായിരുന്നു. അതിനകത്ത് എന്താ വെളുത്ത് കാണുന്ന കുരുത്തം കെട്ടതായിരുന്നു ഞാനിപ്പോഴും കുരുത്തം കെട്ടതാണ്, അന്നും കുരുത്തം കെട്ടാണ്. എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. കാരണം എൻ്റെ കുരുത്തക്കേട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. എൻ്റെ കുരുത്തക്കേടിൻ്റെ മാത്രമായിട്ട് മറ്റൊരു വീഡിയോയിലിടാം. എത്ര പറഞ്ഞാലും തീരത്തില്ല എൻ്റെ കുരുത്തക്കേട്. ഇത് കണ്ടില്ലേ, കോഴി കൊടുക്കുന്ന തീറ്റ പോലും ഞാൻ അതിനെ തീറ്റിക്കത്തില്ലായിരുന്നു. ഞാൻ കാരണം ഇപ്പോൾ ഇവിടെ കോഴി വളർത്താത്തതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുട്ട പോലും ആർക്കും കഴിക്കേണ്ട. അമ്മയുടെ അടുത്ത പുസ്തകത്തിൽ 4 മക്കളുണ്ടായിരുന്നു. അതിലൊന്നാ കറുമ്പായും അവൻ്റെ 4 സഹോദരങ്ങളും. അവരും അത്യാവശ്യം കുരുത്തക്കേടിനൊന്നും ഒരു കുറവില്ലായിരുന്നു. അവരുടെ കൂടെ ഞാൻ കൂടുമായിരുന്നു കുരുത്തക്കേടിന്. ഞങ്ങളെയൊക്കെ ചെറുതിലെ ഈ വളർത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞങ്ങളെ പാല് കുടിപ്പിക്കാനാണെങ്കിലും ഭക്ഷണം തരാനാണെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴെല്ലാം നമ്മ ഒരുപാട് സഹിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2025 അമ്മയ്ക്ക് 3ാമത് പിന്നെയും 4 മക്കളുണ്ടായി. അതിലൊന്ന് എപ്പോഴത്തെ കുഞ്ഞ്. ഞങ്ങൾ 5 നാല് 9 മക്കൾ നേരത്തെ ഉള്ളതിനെക്കാട്ടി കുരുത്തം കെട്ടതായിരുന്നു ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ. അവരെ അമ്മ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയോ സഹിച്ചു നിർത്തിയത്. 13 മക്കളെ പൊന്നുപോലെ വളർത്തിയ ഒരമ്മയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ. ഞങ്ങൾ ഓരോ മക്കളും പിച്ച വെച്ച് നടക്കുന്നത് നോക്കി അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ബോളൊക്കെ തിട്ടം പഠിപ്പിച്ചത് ഞങ്ങളുടെ അമ്മയാണ്. ഇതിൻ്റെ കറുമ്പായി എന്ത് നല്ലവല്ലായിരുന്നു ബോള് തട്ടുന്നത്. എനിക്ക് പിന്നെ കുരുത്തക്കരായതുകൊണ്ട് ഞാൻ ബോള് തട്ടാനൊന്നും പോകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ചെറുത് നല്ലൊരു കളിക്കാരനായിരുന്നു. ഇവനെ നല്ലൊരു പ്ലെയർ ആക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവന് നല്ല ട്രെയിനിങ്ങും കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കൊപ്പം ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും 1000 മാതൃദിനാശംസകൾ.